ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഹോങ്കോങ്ങിലെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ നമ്മൾ പീക്ക് ട്രാമിൽ കയറിയിരിക്കുകയാണ് മുകളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ പീക്ക് ട്രാമിനെ പറ്റി പറയുമ്പോൾ ഇത് വിക്ടോറിയ ഹില്ലിലേക്കാണ് ഈ പീക്ക് ട്രാം പോകുന്നത്. ഇത് 27 ഡിഗ്രി ഇൻക്ലൈൻഡ് ആംഗിളിലാണ് ഈ പീക്ക് ട്രാം പോകുന്നത്. അപ്പോൾ എല്ലാ ബിൽഡിങ്സും ചെരിഞ്ഞ് കാണുന്നതും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ മനോഹാരിതയും കാര്യങ്ങളൊക്കെ. ഇത് നമ്മളുടെ നാട്ടിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഊട്ടിയിലേക്കുള്ള ട്രെയിന്, അതും ഇതുപോലെ തന്നെയുള്ള ഒരു ട്രെയിനാണ്. ഇത് കുറച്ചുകൂടെ മോഡേണൈസ്ഡ് ആയിട്ട് കുറച്ചുകൂടെ ഭംഗിയിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇത് കൊണ്ടുവന്നത് നമ്മളുടെ ബ്രിട്ടീഷുകാർ തന്നെയാണ്. ഊട്ടിയിലെ ആ റെയിലും കൊണ്ടുവന്നതും ബ്രിട്ടീഷുകാർ തന്നെയാണ്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് 1888 കാലഘട്ടത്തിലാണ്. ഇന്ന് ഈ വിക്ടോറിയ പീക്കിൽ നമുക്ക് കാണാനുള്ളത് ഒരു സ്കൈ ടവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് ആ ഒരു ഫുൾ ഹോങ്കോങ് സിറ്റി കാണുന്ന രീതിയിലുള്ള ഒരു ടവറും കാര്യങ്ങളൊക്കെയാണ്. അതുകൂടാതെ ഒരു പീക്ക് ടവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പണ്ടത്തെ കാലത്ത് നമ്മളുടെ ബ്രിട്ടീഷുകാർ ഹോങ്കോങ്ങിലെ ആ ഒരു ചൂട് കാലാവസ്ഥയെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിക്ടോറിയ പീക്കിൻ്റെ മുകളിൽ താമസവും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചത്. അപ്പോൾ ഈ സമ്മർ സീസൺ ആവുമ്പോൾ ഇവർ പതിയെ നമ്മളുടെ പീക്ക് ട്രാമിൽ കയറി അവിടെ സ്ഥാനം ഉറപ്പിക്കും. അതികഠിനമായിട്ടുള്ള ചൂടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഹോങ്കോങ് നഗരത്തിലേക്ക് അവർ തിരിച്ചു വരും. ഇത് തന്നെയാണ് നമ്മളുടെ അവിടെയും ഇവർ നടത്തി വന്നിരുന്നത്. ഇതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യ ഭരിച്ചിരുന്ന സൗത്ത് ഇന്ത്യൻ ബ്രിട്ടീഷുകാരും ഇതുപോലെ തന്നെ ഊട്ടി ഉള്ള പോലെയുള്ള മലകളുടെ മുകളിലേക്ക് ഈ സമ്മർ ടൈമിൽ അവർ ചേക്കേറും. ഇത് ഒരു പതിവായിരുന്നു. ഇങ്ങനെ എല്ലാ അവർ കോളനികളാക്കിയ നാടുകളിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു അവരുടെ ജീവിത രീതികളുടെയും എൻജിനീയറിങ് മാർവലുകളുടെയും അവശിഷ്ടങ്ങൾ ബാക്കി വെച്ചിട്ടാണ് അവർ പോയിരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളുടെ ചൈനീസായാലും ഇന്ത്യക്കാരായാലും ഒരു വിഭാഗം ആൾക്കാർക്ക് ആ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ആ ഒരു സമയം തന്നെയാണ് നല്ലത് എന്ന് തോന്നാനായിട്ട് കാരണവും. അങ്ങനെ ഞങ്ങൾ പീക്ക് ട്രാമിൽ വിക്ടോറിയ പീക്കിൽ എത്തിച്ചേർന്നു. അവിടെ ചെന്നിറങ്ങുന്നത് തന്നെ ഒരു വലിയൊരു മാള് പോലത്തെ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ മെയിൻലി ഒരു 2 മാളുകളാണുള്ളത്. ഇത് സ്റ്റേഷൻ മാളാണ്. അത് കഴിഞ്ഞ് പീക്ക് ട്രാം ടവർ മാളും കൂടെ ഒരെണ്ണമുണ്ട്. അപ്പോൾ ഈ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും മേടിക്കുന്നൊരു കാര്യമാണ് ഈ മാഗ്നറ്റ്. ഈ മാഗ്നറ്റിൻ്റെ ഒരു വിപുലമായിട്ടുള്ള കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു വാക്സ് മ്യൂസിയം ഉണ്ട്. അപ്പോൾ ഈ വാക്സ് മ്യൂസിയത്തിന് ഉള്ള ടിക്കറ്റും വേണമെങ്കിൽ നമുക്ക് ഈ പീക്ക് ട്രാമിൻ്റെയും സ്കൈ ടവറിൻ്റെയും ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എടുക്കാം. പക്ഷെ ഞങ്ങൾ എടുത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു സ്റ്റുഡിയോ കണ്ടത്. ഈ സ്റ്റുഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫോട്ടോ അല്ല എടുക്കുക, നമ്മളുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഒരു നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് ആ ഒരു കൃഷ്ണമണി കൊണ്ടുള്ള ആ ഒരു ലോക്കറ്റ്, അത് യുണീക്കായിട്ട് ഓരോ ആളുടെയും കൃഷ്ണമണി വ്യത്യസ്തമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പുതിയൊരു ആർട്ട് ഫോം ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. പക്ഷേ നല്ല വിലയാണ് ഇതിൽ ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം 3-4 മണിക്കൂറാണ് അവർ ചോദിക്കുന്ന സമയം. അപ്പോൾ കുറച്ച് പൈസയുള്ള ആൾക്കാർക്കൊക്കെ വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ്. അതുകൂടാതെ എനിക്ക് തോന്നുന്നു നമ്മളുടെ നാട്ടിലും അതെ ഇത്തരത്തിലൊരു സംഭവം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രണയിനിക്കും കാമുകനും അല്ലെങ്കിൽ ഭർത്താവിനും ഭാര്യയ്ക്കൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി ഗിഫ്റ്റാണിത്. ഇപ്പോൾ സ്വർണത്തിൻ്റെ വില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഗിഫ്റ്റുകൾക്കൊക്കെ ഒരു മികച്ച ബിസിനസ് സാധ്യത ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ അവിടെ നടക്കുമ്പോൾ കുറേ സ്വീറ്റ് ഷോപ്പുകളും
പിന്നെ കുറേ ഗെയിംസ് കളിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പല ഗെയിംസും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പല രാജ്യങ്ങളിൽ പോകുമ്പോഴും കാണാറുണ്ട്. അവിടുത്തെ ആൾക്കാരൊക്കെ കൂടുതലും ഈ ഗെയിംസും അല്ലെങ്കിൽ ഗെയിമിംഗ് മെഷീൻസൊക്കെ കൂടുതലും ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. നമ്മളുടെ നാട്ടിൽ പക്ഷേ പിള്ളേർ മാത്രമേ ഇത്തരത്തിലുള്ള ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളൂ. ഇവിടെ 3-4 ഇരട്ടി വിലയാണെന്ന് പറയുന്നതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. കാരണം ഹോങ്കോങ്ങിൽ എല്ലാം ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടാണ്. അല്ലാതെ ഹോങ്കോങ്ങിൽ ഒരു സാധനം നമ്മൾ നിർമ്മിക്കുന്നില്ല. അപ്പോൾ ഈ എല്ലാം ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അവരുടെ ലാഭം കൂടെ ഇട്ടിട്ടാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ എല്ലാ സാധനങ്ങൾക്കും കുറേ കൂടെ അധികം വില വരാൻ കാര്യം. അങ്ങനെ നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു സ്കൈ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്കൈ ടിക്കറ്റ് അല്ലെങ്കിൽ സ്കൈ ഡെക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ടെറസ്, ആ ടെറസിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ആ ഒരു ഹോങ്കോങ് നഗരം മൊത്തത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ പോലെ തന്നെ ആ ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പൈസ കൊടുത്താൽ മതി, അങ്ങനെയുള്ള രീതിയിൽ. പക്ഷേ അവിടെ ഞങ്ങളൊരു 15 മിനിറ്റോളം അവിടെ കാത്തു നിന്നെങ്കിലും ഭയങ്കര തിരക്കാണ്. ഭയങ്കരമായിട്ട് ആൾക്കാർ എല്ലാവരും വന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അപ്പുറത്തേക്ക് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ചെറിയൊരു സിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് നമ്മൾ എത്തിച്ചേർന്ന ഈ ടവറല്ലാതെ അപ്പുറം ഇപ്പുറമൊക്കെ കുറച്ച് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഇവിടെ നിന്നുള്ള ആ ഒരു വിശാലമായിട്ടുള്ള ഒരു വ്യൂ അടിപൊളിയാണ്. കാരണം ഇവിടെ നിന്ന് ഹോങ്കോങ് ഹാർബറും സീയും പിന്നെ ആ കാര്യങ്ങൾ മൊത്തത്തിൽ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ വ്യൂ ഒരു അടിപൊളി വ്യൂ ആണ്, നമ്മൾ മിസ് ചെയ്യാൻ പറ്റാത്തൊരു വ്യൂ ആണ്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു വലിയൊരു ബൈനോക്കുലറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് എക്സ്ട്രാ പെയ്ഡാണ്. അപ്പോൾ അതുപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഈ ദൂരെയുള്ള നമ്മളുടെ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ അടുത്തേക്ക് കാണാവുന്നതും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് ഞങ്ങൾ വന്ന ഈ ഒരു ദിവസം ഈ നമ്മളുടെ ഈ ടവറിൽ നിന്ന് ഭയങ്കര ഒരു നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ഇവിടെ പലപ്പോഴും മഞ്ഞ് മൂടി കിടക്കുന്ന സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടാം. അപ്പോൾ ഇത് ഞങ്ങൾ പ്രത്യേകിച്ച് നോക്കി വന്നതും കാര്യങ്ങളൊന്നുമല്ല, ഞങ്ങളുടെ ആ ഒരു ഭാഗ്യം കൊണ്ടാണ് ഇന്നൊരു ക്ലിയർ സ്കൈയും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ചിലർക്കാണെങ്കിൽ അവിടുത്തെ ഫുഡും കൾച്ചറും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിരിക്കും ഇഷ്ടം. ചില ആൾക്കാർക്ക് അവിടുത്തെ മ്യൂസിയങ്ങൾ കാര്യങ്ങളൊക്കെ കാണാനായിരിക്കും ഇഷ്ടം. പിന്നെ ഒട്ടുമിക്ക ലേഡീസിനും അവിടുത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലിഷ്ടം. അപ്പോൾ അതിലൊരു കാറ്റഗറിയിൽ വരുന്നതാണ് റോസി. അപ്പോൾ റോസി അവിടുത്തെ ഒരു വലിയൊരു മുന്തിയ ബ്രാൻഡിൻ്റെ ഒരു ബാഗും കാര്യങ്ങളൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് കുറേ പൈസയൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ അത് മേടിക്കണതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഈ ബാഗ് മേടിച്ചതോടുകൂടി ഇത്രയും നാൾ ഉണ്ടാവാത്ത ഒരു സന്തോഷമാണ് ആളുടെ മുഖത്ത് കണ്ടത്. ടോണിക്കാണെങ്കിൽ സന്തോഷമുണ്ട്, എന്നാൽ കൂടെ പൈസ പോകുന്നതിൻ്റെ ആ ഒരു സങ്കടവും കൂടെ ഉണ്ട്. അപ്പോൾ ചേച്ചിയെ പറഞ്ഞ് പിരികേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിക്കും വേണ്ടേ ഇത്തരത്തിലൊരു ബാഗും കാര്യങ്ങളൊക്കെ എന്നാണ് ടോണിയുടെ ചോദ്യം. അങ്ങനെ 7400 ഹോങ്കോങ് ഡോളർ, അതായത് നമ്മളുടെ നാട്ടിലെ ഒരു 82,000 രൂപ വിലയുള്ള ആ ഒരു ബാഗും വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ നമുക്ക് ഉണ്ടായ മറ്റൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാഗും കാര്യങ്ങളൊക്കെ മേടിക്കാൻ ആദ്യത്തിൽ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ
ഇന്ത്യക്കാരാണെന്ന് കണ്ട് ഇവർക്ക് വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാർ പലപ്പോഴും വരാറുണ്ടെന്നും ഇതൊക്കെ ഒറ്റ നോട്ടം നോക്കി കുറേ നേരം അവരുടെ സമയം കളഞ്ഞ് അവസാനം ഒന്നും മേടിക്കാതെ മടങ്ങാറുണ്ട് എന്നുമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു അവരുടെ ഐഡിയയിൽ ഇന്ത്യക്കാർ എല്ലാം നോക്കിയുള്ളൂ, ഒന്നും മേടിക്കില്ല എന്നുള്ള മട്ടിലായതുകൊണ്ടാണ് നമ്മളുടെ അടുത്ത് അത്രയും താല്പര്യം കാണിക്കാഞ്ഞത്. അങ്ങനെ ട്രാം ഇറങ്ങി നേരെ ഞങ്ങൾ എത്തിയത് പള്ളിയിലേക്കാണ്. ഹോങ്കോങ്ങിൽ തന്നെ 5 മെയിൻ പള്ളികളാണ് വരുന്നത്. ഈ 5 മെയിൻ പള്ളികളിൽ വരുന്നൊരു പള്ളിയാണ് ഈ സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ. 1849 ഈ പള്ളി നിർമ്മിച്ചത്. 1941 നമ്മളുടെ ജാപ്പനീസുകാർ അമേരിക്കയിലെ പേൾ ഹാർബർ അറ്റാക്ക് ചെയ്ത അതേ സമയത്ത് തന്നെ ഹോങ്കോങ്ങിലും അവർ ഒരു അറ്റാക്ക് നടത്തി പിടിച്ച് എടുത്തിരുന്നു. ആ ഒരു സമയത്ത് ഈ പള്ളിയെ അവരുടെ ഒരു ക്ലബ്ബായിട്ട് മാറ്റി അവർ ഉപയോഗിച്ചിരുന്നു. അന്ന് ഇവിടുത്തെ ഒട്ടുമിക്ക സാധനങ്ങളും ജാപ്പനീസുകാർ കൊണ്ടുപോയെങ്കിലും പിന്നീട് 1945 ഇതുപോലെ ഇവർ ഈ പള്ളിയെ റീസ്റ്റോർ ചെയ്തെടുത്തത്. ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വരുമ്പോൾ മൊത്തം നമ്മളുടെ ബാങ്ക് ഓഫ് ചൈനയുടെ ബിൽഡിങ്ങുകളാണ്. അങ്ങനെ അടുത്ത നമ്മളുടെ ലക്ഷ്യമായിട്ടുള്ള ട്രാമിലെ യാത്രയ്ക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു കാഴ്ച കാണുന്നത്. ഈ ഒരാൾ അവിടെ നിന്ന് ഒരു വലിയൊരു ചട്ടിയിലെ ഒരു മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതും ഒരു തോട്ടി പോലെയുള്ള ഒരു ഉപകരണം വെച്ചിട്ടുള്ള ഒരു വെട്ടലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇയാൾ വെട്ടിക്കളയുന്നത് നമ്മളുടെ ഉണങ്ങിയ ചില്ലകളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഒരു ചൈനീസ് കണ്ടുപിടുത്തം ആവണം, പക്ഷേ നമ്മളുടെ നാട്ടിൽ ഇത്തരത്തിലൊരെണ്ണം ഇതുവരെ വന്നിട്ടില്ല. ഇതൊരെണ്ണം വാങ്ങിച്ചു കൊണ്ടുപോകണം, എങ്ങനെ ഇത് നമ്മളുടെ നാട്ടിലെത്തിക്കും എന്നായി പിന്നീടുള്ള ചിന്ത. അങ്ങനെ അവിടെ നിന്ന് പതിയെ നടന്ന് നമ്മളെ ട്രാമുകൾ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. ഇതും ഒരു ബ്രിട്ടീഷ് നിർമ്മിതിയാണ്. ട്രാം എന്ന് പറയുന്നത് നമ്മളുടെ ബസ്സിൻ്റെ സൈസുള്ള ഒരു വണ്ടി. എന്നാൽ റോട്ടിലൂടെ ഇത് പോവില്ല. അതേസമയം നമ്മളുടെ റെയിലിലൂടെയാണ് ഇത് സഞ്ചരിക്കുള്ളൂ. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടങ്ങളിൽ ഈ ഒരു ട്രാമിൽ പോകുന്നതാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ പരിപാടിയും. പക്ഷേ ഇതിനുള്ള അപകട സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടായിരിക്കണം നമ്മളുടെ നാട്ടിലൊന്നും ഇത്തരത്തിലുള്ള ട്രാമുകൾ വരാത്തത്. കാരണം ഈ റോട്ടിലൂടെ നടക്കുന്നവർ പെട്ടെന്ന് ഈ ഒരു സംഭവം ശ്രദ്ധിച്ചെന്ന് വരില്ല. അതേസമയം നല്ല ഓർഗനൈസ്ഡും പ്ലാൻഡുമായിട്ടുള്ള സിറ്റികളിൽ മാത്രമേ ഇത്തരത്തിലുള്ള ട്രാമും കാര്യങ്ങളൊക്കെ നമുക്ക് സാധ്യമാക്കാൻ കഴിയുള്ളൂ. അനവധി ട്രാമുകളുണ്ട്. അപ്പോൾ അതിൽ കൂട്ടത്തിൽ നല്ല ഒരെണ്ണത്തിൽ തന്നെ കയറിയേക്കാം എന്നായി. ട്രാമിൻ്റെ പുറം ഭാഗം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ബസ്സുകളുടെ പുറം ഭാഗം ആയിക്കോട്ടെ, ഇവിടങ്ങളിൽ മൊത്തം പരസ്യങ്ങൾ ഒട്ടിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഇവർക്കൊക്കെ ഒരു നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ടായിരിക്കണം. അങ്ങനെ ബസ് സ്റ്റോപ്പ് പോലെ തന്നെയുള്ളൊരു ട്രാം സ്റ്റേഷൻ, ആ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ഒരു ട്രാമിൽ കയറി യാത്ര തുടങ്ങി. പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ട്രാമിൽ കയറാൻ ഒരു 3-4 സ്റ്റോപ്പുകൾ കഴിയുമ്പോൾ അവിടെ ഇറങ്ങാം എന്നാണ് പദ്ധതി. ഇത് റെയിലുമ്മേക്കൂടെ പോകുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കുലുക്കങ്ങളോ അനക്കങ്ങളോ സൗണ്ടുകളോ ഒന്നുമില്ല. വളരെ സുഖകരമായിട്ടുള്ള ഒരു യാത്രയും കാര്യങ്ങളൊക്കെയാണ്. ഈ ട്രാമിനുള്ളിൽ ഇരുന്നിട്ടുള്ള ആ ഒരു യാത്ര ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. ഒരു വേറൊരു ആംഗിളിൽ നിന്ന് നമ്മൾ ആ ഒരു നഗരം കാണുന്ന രീതിയിലാണ്. അപ്പോൾ ഇതൊരു മിസ്സാക്കാൻ പാടാത്ത ഒരു സംഭവമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നീട് വേറൊരു ട്രാം വരുന്നത്. അപ്പോൾ ആ ട്രാം വന്ന് നമ്മളെ ഇടിക്കുകയോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴേക്കും നമ്മളുടെ തൊട്ടടുത്ത് വന്ന് ആ ഒരു ട്രാം നിർത്തി. അതിൽ മറ്റൊരു ഇന്ത്യക്കാരൻ തന്നെ ഉണ്ടായിരുന്നു. ആൾ ഞങ്ങളുടെ വീഡിയോയും ഞങ്ങൾ ആ ആളുടെ വീഡിയോയും പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു.
നമുക്ക് ഇതൊക്കെ ഒരു കൗതുകം ഉണർത്തുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഇത് നിത്യോപയോഗ ഒരു സംഭവമാണ്. അവർക്ക് ഏറ്റവും ചെലവ് ചുരുക്കി അവരുടെ ഓഫീസുകളിലേക്കും അല്ലെങ്കിൽ മറ്റ് കടകളിലേക്കും ബിസിനസ് സ്ഥാപനങ്ങളിലേക്കും ഒക്കെ എത്താനുള്ള ഒരു വഴിയായിട്ടാണ് ഈ ട്രാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ളിലേക്ക് കയറുമ്പോൾ പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ തിരിച്ച് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ആ ഒക്ടോബസ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ പൈസ അടയ്ക്കുന്നത്. ഇതിന് ഒരു ലൈനിൽ ട്രാവൽ ചെയ്യുന്ന ട്രാമിൽ ഒക്കെ ഒറ്റ ചാർജാണ്. അല്ലാതെ 1-2 സ്റ്റോപ്പ് കഴിഞ്ഞ് ഇറങ്ങുന്നവനും 10 സ്റ്റോപ്പ് കഴിഞ്ഞ് ഇറങ്ങുന്നവനും ഒരേ പൈസ തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഒരു ജെയിൻറ്റ് വീലിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളുടെ നാട്ടിലെ ഒരു ഉത്സവപ്പറമ്പിൻ്റെ ഒരു ഹൈടെക് വേർഷൻ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ടൂറിസ്റ്റുകളും പിന്നെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിൽ വന്ന ആൾക്കാരൊക്കെ പ്രധാനമായിട്ട് നിർത്തുന്ന മറ്റൊരു സ്റ്റോപ്പാണ് ഈ ജെയിൻറ്റ് വീല്. AIA എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥ അവകാശം ഏറ്റെടുത്തിരിക്കുന്നത്. മുൻപ് ഒരു 3 കമ്പനിയോളം ഇതുപോലെ തന്നെ ഉടമസ്ഥാവകാശം കൈമാറി വന്നിട്ടുണ്ട്. ഈ ഒരു വീലിൻ്റെ മൊത്തം ഹൈറ്റ് 60 മീറ്ററാണ്. 42 ക്യാബിനുകളാണ് ഇതിലുള്ളത്. 5 പേർക്ക് ഒരേ സമയം ഒരു ക്യാബിനിൽ യാത്ര ചെയ്യാൻ പറ്റും. ഈ ഒരു വീല് കറങ്ങുന്നത് ഒരു 3 പ്രാവശ്യം കറങ്ങിയതിന് ശേഷമാണ് നമ്മളെ താഴോട്ട് ഇറക്കുന്നത്. ഇതിന് വരുന്ന ചിലവ് ആകെ 20 ഹോങ്കോങ് ഡോളറാണ്, ഏകദേശം ഒരു 250 രൂപ. ഇവിടെ കൂടുതലും വരുന്നത് സ്കൂൾ പിള്ളേരും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെയും അതെ, ഒരു ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് മേടിക്കാം, അല്ലെങ്കിൽ അവർ വെറുതെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോകും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടുത്തെ ഒരു ഫാനാണ് ഇത്. ഒരാൾ പൊക്കത്തിലുള്ള ഒരു വലിയൊരു ഫാന്. ഇത് നമ്മളുടെ നാട്ടിൽ പരിപാടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. നമ്മളുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ലാത്ത തരം ഒരു നിർമ്മാണവും കാര്യങ്ങളൊക്കെയാണ് ഈ ഫാനിൻ്റെ. അത്യാവശ്യം നല്ലൊരു ഏരിയ കവർ ചെയ്യുന്ന കാറ്റും കാര്യങ്ങളൊക്കെ ഈ ഒറ്റൊരു ഫാനിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഗൊണ്ടോളയിൽ കയറി ഇരിപ്പുറപ്പിച്ചു. അങ്ങനെ ഇത് പതിയെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈറ്റ് പേടിയായിട്ടുള്ള എനിക്ക് ഇച്ചിരി പേടിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ വേറെ ആൾക്കാരും കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു പേടി മുഖത്ത് കാണിക്കാൻ പറ്റില്ല. അങ്ങനെ സാവധാനം ഒരു ടേണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പേടിയൊക്കെ ഇച്ചിരി കുറഞ്ഞു തുടങ്ങി. അപ്പോൾ പുറത്തേക്കും കാര്യങ്ങളൊക്കെ നോക്കിയും തുടങ്ങി. ഇതൊരു റെസിഡൻഷ്യൽ ആൻഡ് ഓഫീസ് ഏരിയ ആണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ പേര് ഈ ജെയിൻറ്റ് വീലിൻ്റെ താഴെ തന്നെയുള്ളൊരു ടേബിൾ ടെന്നീസ് റിങ്ങിൽ കളിക്കുന്നതായിട്ട് കാണാം. ഈ ജെയിൻറ്റ് വീലിരിക്കുന്ന ഭാഗത്തെ വിളിക്കുന്നത് ഹോങ്കോങ് ഐലൻഡ് എന്നാണ്. ഹോങ്കോങ്ങിൽ നിന്ന് ഹോങ്കോങ് ഐലൻഡിലെത്താനായിട്ട് 3 മാർഗങ്ങളുണ്ട്. നമുക്ക് ഫെറി സർവീസുകൾ ഉപയോഗിക്കാം, പിന്നെ ബസ്സിൽ നമുക്കിവിടെ എത്താം, പിന്നെ അണ്ടർ വാട്ടർ മെട്രോയും അവൈലബിളാണ്. അങ്ങനെ നമ്മളുടെ രണ്ടാമത്തെ കറക്കവും കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആ ടെന്നീസ് ഫീൽഡൊക്കെ നമുക്ക് നന്നായി കാണാം. അവിടെ കുറേ അധികം പേര് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് സമീപത്തായിട്ട് നല്ല പോലെ വലിയ വലിയ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നടന്നിറങ്ങുമ്പോഴാണ് ഈ അമ്മാമേരെ വകയുള്ള ആ ഡാൻസ് കണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിൽ എൻ്റെ വൈഫും അതെ ഇതുപോലെ തന്നെ ഒരു റീലെടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രായഭേദമന്യാണ് ഇവിടുത്തെ ആൾക്കാർ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ അമ്മാമ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നടക്കുമ്പോൾ അവിടെ അതിഗംഭീരമായിട്ടുള്ള ഡാൻസ് കളിയിൽ ഒരു കൊറിയക്കാരനെ പോലെ ഇരിക്കുന്ന ഒരു ഹോങ്കോങ്കാരൻ ഡാൻസ് കളിക്കുന്നതും ഞങ്ങൾ കണ്ടു. അങ്ങനെ അവിടെ നിന്ന് നീങ്ങി പതുക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെറിയൊരു ചന്ത പോലെ ഉള്ള ഒരു സെറ്റപ്പിൽ കുറേ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്.
ഈ ഒരു ചന്തയിലും അതെ, അത്യാവശ്യം നല്ല വിലയിലാണ് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വിൽപ്പന നടക്കുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം, കുറച്ച് റെസ്റ്റ് എടുക്കണം. കാരണം ഇന്ന് രാത്രിയോടുകൂടി നമ്മൾ ഹോങ്കോങ്ങിന് വിട പറയാണ്. അപ്പോൾ രാത്രി മൊത്തം ഉറങ്ങാൻ പറ്റില്ല. ഏകദേശം ഒരു 14 മണിക്കൂറോളം ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു ഫുഡ് കഴിക്കണം, അതിന് ഇവിടുത്തെ ഓതൻറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും തന്നെ കഴിക്കണം എന്നായി. കഴിഞ്ഞ ദിവസം റൂമിൻ്റെ അടുത്ത് തന്നെ വൈഫ് കാണിച്ചു തന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ യാത്ര. അപ്പോൾ വൈഫിന് ഏറ്റവും ഇഷ്ടമുള്ള സൂപ്പി നൂഡിൽസ് തന്നെ ആവാം എന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് കണ്ട് ടോണി എന്തായാലും ഒരു കൈ നോക്കാം എന്ന് പറഞ്ഞ് ഒരു നൂഡിൽസ് വാങ്ങേണ്ടായി. അപ്പോൾ ചോപ്സ്റ്റിക്ക് തല തിരിച്ചാണ് പിടിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് സംഭവം എടുക്കാൻ പറ്റാത്തത്. ഇത് കണ്ട് തൊട്ടപ്പുറത്തിരുന്ന ഹോങ്കോങ്കാരന് ഒരു ചെറിയ ചിരിയും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ ആൾ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരാണ്, നിങ്ങൾ കൈ കൊണ്ടാണോ കഴിക്കുക എന്നുള്ള കാര്യങ്ങളും പല നമ്മളുടെ കൾച്ചറൽ വ്യത്യാസങ്ങൾ അവർക്ക് വ്യത്യാസമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് പറ്റും എന്നൊക്കെയായി അടുത്ത ചോദ്യം. കാരണം ഇവിടെയുള്ളവർ നല്ല എരിവ് കഴിക്കുന്നവരാണ്, പുറത്തുള്ള വിദേശികളൊക്കെ എരിവ് കഴിക്കാത്തവരാണെന്നാണ് അവൻ്റെ ധാരണ. അപ്പോൾ ടോണി പറയണ്ടായി, ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല എരിവ് കഴിക്കാൻ പറ്റും, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഈ എരിവുള്ള ഭക്ഷണങ്ങൾ എന്നൊക്കെ പറയണ്ടായി. മറ്റൊരു വെയിറ്റർ അപ്പോൾ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതൊക്കെ ഇന്ത്യക്കാരാണ്, ഇവർ ഏറ്റവും നല്ല ഭാഗങ്ങളൊന്നും കഴിക്കില്ല, പോർക്ക് ബെല്ലിയാണ് ഇവിടുത്തെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള സാധനം, പക്ഷേ ഇന്ത്യക്കാർക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറയണ്ടേ. ആളുടെ ഭാഷയിലാണ് പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് കാര്യം പിടികിട്ടി. അങ്ങനെ ഞങ്ങളുടെ റൂമിലെത്തി. ഇതാണ് നമ്മളുടെ നേരത്തെ പറഞ്ഞ കാലിഫോർണിയ ഹോട്ടലിലെ റൂം. ഒരു വളരെ ചെറിയ റൂമാണ്, ഒരാൾക്ക് കഷ്ടിച്ച് കിടക്കാം, അത്തരത്തിലുള്ള റൂമാണ്. ഇതിലാണ് നമ്മളുടെ സന്തോഷ് ജോർജ് കൊളങ്ങര വന്ന് താമസിച്ചത് എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്ത ഹോട്ടലാണ്. റൂം അത്ര പോരാ, പക്ഷേ എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചേരാനായിട്ട് നടക്കുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഇവിടെ നിന്നുള്ളൂ. അത് തന്നെയായിരിക്കണം സന്തോഷ് ജോർജ് കൊളങ്ങരയെയും അട്രാക്റ്റ് ചെയ്ത ഒരു മെയിൻ സംഭവം. അങ്ങനെ ഞങ്ങൾ നൈറ്റ് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് ഇവിടെ ഒട്ടുമിക്ക സമയത്തും ബസ് സർവീസ് ഉണ്ട്. ഈ ബസ് സർവീസിൽ പോകുമ്പോൾ ഏറ്റവും ചിലവ് ചുരുക്കത്തിൽ നമ്മൾക്ക് എത്തിച്ചേരാൻ പറ്റും. പകൽ സമയങ്ങളിൽ അത്യാവശ്യം കുറേ ബസ്സുകളുണ്ടെങ്കിലും രാത്രി സമയങ്ങളിൽ ലിമിറ്റഡ് ബസ് സർവീസാണ്. അപ്പോൾ ഏകദേശം 1-1.5 മണിക്കൂറോ ഇടവിട്ടിട്ടാണ് ബസ് സർവീസുകൾ. അങ്ങനെ ബസ്സിൽ കയറിയിരുന്നപ്പോഴാണ് നമുക്കൊരു ചെറിയൊരു സമാധാനമായത്. അല്ലെങ്കിൽ നമ്മൾ ടാക്സി വിളിച്ചു വേണ്ടി വരും നമുക്ക് എയർപോർട്ടിൽ എത്തിച്ചേരാനായിട്ട്. അങ്ങനെ ബസ്സിൽ കയറിയതിന് ശേഷം പതിയെ ഒന്ന് മയങ്ങി ഞങ്ങളുടെ യാത്ര തുടർന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളും വ്യത്യസ്തമായ രുചികളും ഇവിടുത്തെ ജീവിത രീതികളും ഒക്കെ പഠിച്ചുകൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇനി മറ്റൊരു രാജ്യമായിട്ട് കാണുന്നവരെ ബൈ ഫ്രം ഡിസയർ ആൻഡ് അന്ന.